പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുറേ നാളുകൊണ്ട് പറയണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ പറയേണ്ടി വരുന്നത് കൊണ്ടങ്ങ് പറയണം. എൻ്റെ പേര് ജോൺസൺ കരൂർ. ഫോൺ നമ്പർ 9447309807. ഇലക്ഷൻ വരികയാണ്. ഈ പറയുന്നത് ബഹുമാന്യനായ PC ജോർജിനെ കുറിച്ച്. പ്ലാത്തോട്ടത്തിൽ ചാക്കോ ജോർജ്, ഞാൻ ആ പേരങ്ങ് മാറ്റുകയാണ്. പുഴുത്തോട്ടത്തിൽ കക്കൂസ് ജോർജ് നാക്കുക. ഇന്ന് പെസഹയാഴ്ചയാണ്. ഞാൻ ഇപ്പോൾ സമയം 10 മണിയാകും. ഈ സമയത്താണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് പെസഹായിൽ ഒരു വാക്യം വായിക്കുകയാണ്. എന്നെ ഒറ്റ കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട്. ഇതിൻ്റെ ബാക്കി ഞാൻ പിന്നീട് വായിക്കാം. ഈ PC ജോർജ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം പറയാം, ഇന്ത്യയിൽ ആകപ്പാടെ 2.5% ക്രിസ്ത്യാനികളെ ഉള്ളൂ. സംശയമുണ്ടോ? എനിക്ക് ആരും സംശയമില്ല, അത്രയേ ഉള്ളൂ. അത് BJPയുടെ ഔദാര്യവും അവരുടെ കൺസേൺ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അത് എനിക്ക് യോജിപ്പില്ല. ഇവിടെ BJP മുല കുടിക്കുന്നതിന് മുമ്പേ ക്രിസ്ത്യാനി ഇവിടെ ഉണ്ടെന്നറിയാമോ? ഉണ്ടോടോ PC? ഇയാളെവിടെ അണ്ടകൾ പഠിച്ചേ? പുഴുത്ത കാക്കൂസേ, താൻ എവിടെ സൺഡേ സ്കൂൾ പഠിച്ചേ? ഇവിടെ BJP എന്നുണ്ടായേ? ഇവിടെ ഹിന്ദു എന്നുണ്ടായേ? ആദ്യം പോയി ചരിത്രം പഠിക്കട്ടാ. 33 കൊല്ലം നിയമസഭയുടെ കസേര ഇരുന്ന് നിരങ്ങി എന്ന് വിചാരിച്ച് വിവരം ഉണ്ടാവണമെന്നില്ല. ജന്മനുള്ള അസംബന്ധം മാത്രം വിളിച്ചു പറയാൻ തൻ്റെ നാവിന് കൂച്ചുവിലം കിടാൻ ആർക്കും സാധിക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? താൻ അങ്ങനൊരു ജനിച്ചു പോയി. നീ താൻ LDFിലായിരുന്നല്ലോ കുറേ നാൾ UDFിലായിരുന്നല്ലോ. പിന്നെ ജനപക്ഷം ഉണ്ടാക്കിയല്ലോ. ജനപക്ഷം വെള്ളത്തിൽ മുങ്ങി താന്നപ്പം താമര അവിടെ കണ്ട് വിരിയെന്ന് പറഞ്ഞാൽ അതിൽ കയറി പിടിച്ച് എന്തിന് 2024 എല്ലാ ചക്കരക്കുടത്തിലും കൈയിട്ട് വാരി നക്കി ഇങ്ങനെ ഞണ്ണയിട്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിക്ക് ഇങ്ങനെ തൊടണ്ടല്ലോ, കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നാക്കിട്ട് ഇങ്ങനെ ഒരു നക്ക് ഇങ്ങനെ വാരി നക്കി തിന്ന് ചീർത്ത്. പണ്ട് നമ്മുടെ നാട്ടിൽ പണ്ടും ആന ഉണ്ടായിരുന്നു, ഇന്നും ആന ഉണ്ടായിരുന്നു. പണ്ടത്തെ ആനത്തേക്ക് ആന നാണക്കേട് കൊണ്ട് കോണം കൊടുത്തിട്ടില്ല. ഇന്നത്തെ ആനയും നാണക്കേട് കൊണ്ട് കോണം കൊടുത്തിട്ടില്ല. താനും അങ്ങനെ. പണ്ടത്തെ ആനയെ പോലെ ഇന്നത്തെ ഒരു ആന. ആ ആന അന്നും കോണം കൊടുത്തിട്ടില്ല, ഇന്നും കോണം കൊടുത്തിട്ടില്ല. ഒരു നാണം അന്നത്തെ ആനയ്ക്കുമില്ല, ഇന്നത്തെ ആനയ്ക്കുമില്ല. ഇത്ര മാത്രം നക്കി ഒരു കസേരയ്ക്കകത്ത് ഇരിക്കാൻ വയ്യാത്ത ശരീരം ഉണ്ടാക്കിയെടുത്തേക്കുന്ന താൻ തൻ്റെ ശരീരത്തിൽ കിടക്കുന്ന മുഴുവൻ രാഷ്ട്രീയത്തിൻ്റെ ചോറ. മനസ്സിലായോ? എന്നിട്ട് താൻ അവസരവാദിയാണെന്നുള്ളത് പറയുന്നതിന് ഞങ്ങളാർക്കും തെറ്റില്ല. വായി വരുന്ന എന്ത് ശുംഭത്വരും താൻ വിളിച്ചു പറയുന്നുള്ളതിനും ഈ കേരളത്തിൽ ആർക്കും സംശയമില്ല. സംശയം ഉണ്ടെങ്കിൽ തനിക്ക് മാത്രമേ കാണത്തുള്ളൂ. ഞാൻ മക്കളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, ഷോണിനെക്കുറിച്ചും അതിൻ്റെ അതിനെക്കുറിച്ചും ഒന്നും പറഞ്ഞില്ല. കാരണം അവരിനി നന്നായി വരാൻ സാധ്യതയുണ്ട്, നന്നായി വരട്ടെ. അപ്പനിങ്ങനാണെങ്കിൽ അങ്ങനെ തന്നെ ആവണം. യഥാപിതാ അങ്ങനെ ഞാൻ പറയുന്നില്ല. അത് ചിലപ്പോൾ മാറി വരാൻ സാധ്യതയുണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം താൻ പറഞ്ഞൊരു അഭിപ്രായം മോൻ തിരിച്ചു പറഞ്ഞു. അതായത് PC ജോർജിൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം അല്ലാന്ന് അങ്ങേര് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇന്ന് തൊടുന്നില്ല. ഈ ഇത്രത്തോളം നക്കിത്തരം കാണിച്ചിട്ട് ഇത്രത്തോളം എല്ലായിടത്തുനിന്നും വാരി നക്കിയിട്ട് ഇപ്പം BJP ചെന്നപ്പോൾ തനിക്ക് ക്രിസ്ത്യാനിയെ വേണ്ട. വെരി ഗുഡ്, നല്ല കാര്യം. തനിക്ക് ധൈര്യമുണ്ടോ പൂഞ്ഞാറുള്ള ക്രിസ്ത്യാനിയോട് എനിക്ക് നിങ്ങളുടെ വോട്ടേ വേണ്ടെന്ന് പറയാൻ? ഉണ്ടോ? 2 മുട്ടുകാൽ കുടിക്കും. അല്ലെ ഉഷച്ചേച്ചിയെ വിളിച്ച് ചോദിക്കേണ്ടി വരും, ഞാനങ്ങ് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കേണ്ടി വരും. ഇങ്ങനെ മുട്ടുകാലടിക്കും, വിറയ്ക്കും. ഈ 33 കൊല്ലം ഇരുന്നുകൊണ്ട് എനിക്കിനി ആയില്ലേലും കുഴപ്പമില്ല. 33 കൊല്ലം എന്ന് പറഞ്ഞാൽ 7 35 പോട്ടെ, 6 തവണയെങ്കിലും ഇരുന്നല്ലോ. ഇതിൻ്റെയൊക്കെ പെൻഷൻ പോരാ തനിക്ക് ഞണ്ണിയില്ലേ? ഇത് എൻ്റെ വീട്ടിൽ കൊണ്ടൊന്നുമല്ല, പൂഞ്ഞാർന്ന് കൊണ്ടൊന്നുമല്ല താൻ ഞണ്ണുന്നത്. ഇവിടെ സാധാരണക്കാർ വീടിനും നാടിനുമൊക്കെ കരമടയ്ക്കുന്ന പൈസ അയാൾ ഞണ്ണുന്നത്. ഇത് ഞണ്ണിയ തൻ്റെ വീർത്ത ശരീരം. മനസ്സിലായോ? റോഡ് ടാക്സ് കൊടുക്കുന്നതും വീട്ട് ടാക്സ് കൊടുക്കുന്നതും വണ്ടിയുടെ ടാക്സ് കൊടുക്കുന്നതും ഒക്കെ ചേർത്ത് താൻ ഞണ്ണുന്നത്. എന്നിട്ട് തനിക്ക് തൻ്റെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ തൻ്റെ ഈ സോക്കേട് മാറണമെന്നറിയാമോ? താനെ ഒരു മുള്ളുമുറിക്ക് കയറിയിട്ട് അതിനെ കെട്ടിപ്പിടിച്ച് താഴോട്ട് ഇറങ്ങി വരണം. തൻ്റെ സ്ഥലം സോക്കേട് മാറും. പക്ഷേ നാണക്കേട് മുള്ളുമുറിക്കിനുണ്ടാകത്തുള്ളൂ, തനിക്ക് നാണക്കേട് ഉണ്ടാകത്തില്ല.
തനിക്ക് പട്ടിയുടെ പാല് വന്തീരാണ്ട് നാലോ കൊള്ളിക്കിടന്നാലും നീരത്തിലെന്ന് പറഞ്ഞ പോലെ താൻ ഈ മുള്ളുമുറിക്കേന്നല്ല ചന്ദ്രൻ ചെന്ന് താഴോട്ടടിയാണ് എന്തായാലും ഭാഗ്യത്തിന് അവിടെ പോകില്ല, താൻ പോകില്ല. അവിടെ പോയി ചാടിയാൽ താഴോട്ട് വരുത്തുമില്ല. അതിന് തനിക്ക് ഒക്കൂല. അതുകൊണ്ട് അറകണ പോയി ചാടുന്ന നല്ലത് കേട്ടോ. തന്നെ പോലുള്ള ഒരു ഇറച്ചിപ്പിണ്ടം ഈ നാട്ടിൽ ഇരുന്ന് മറ്റുള്ളവരെ മോശമാക്കി സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ കാണാൻ പോയി സ്വസ്ഥമായിട്ടിരിക്കുന്നത്. അല്ലെ വായു വെള്ളം കൊണ്ട് അവിടെ ഇരിക്കും. താനിപ്പം ഇലക്ഷൻ കഴിഞ്ഞാൽ എന്തോ കാണിക്കുമെന്ന് പറഞ്ഞല്ലോ ദീപികയെ. തനിക്ക് ദീപിക എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? താനെന്തോ പറഞ്ഞേ തനിക്ക് മാത്രമുള്ള ലൈസൻസ് ഇല്ലാത്ത വാക്ക്. ഇവിടെ ഞങ്ങൾക്കുണ്ട്. ദീപിക വരുത്തുന്നവരാണ് ഞങ്ങൾ, കൗമുദി വരുത്തുന്നവരാണ് ഞങ്ങൾ, മധുറൂമി വരുത്തുന്നവരാണ് ഞങ്ങൾ, ഇന്ത്യൻ എക്സ്പ്രസ് വരുത്തുകയും ഹിന്ദു വരുത്തുകയും ഡെക്കാൻ ക്രോണിക്കൽസ് വായിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. താൻ മാത്രമല്ല വായിക്കണേ. താൻ മനോരമ കളഞ്ഞെന്ന് വിചാരിക്കും, മാതൃഭൂമി കളഞ്ഞെന്ന് വിചാരിക്കും. ഇല്ല, ഇവിടെ തനിക്ക് ഒറ്റ ആംഗിളേ വായിക്കാറിയത്തുള്ളൂ. എന്താ ജന്മഭൂമി വായിച്ചൂടെ ഞങ്ങൾക്ക്? എന്താ നിങ്ങൾക്ക് ഒബ്സർവാത്തോ റൊമാനോ വായിച്ചൂടെ? തനിക്ക് മാത്രമുള്ള വിവരം, തനിക്ക് മാത്രമുള്ള പൊതുവിജ്ഞാനം താൻ എവിടെയാണോ പഠിച്ചേ? തൻ്റെ ഈ വിവരം ഉണ്ടല്ലോ അത് ഒരു കാരണവശാലും കക്കൂസ് ജോർജേ, പുഴുത്ത കക്കൂസേ, തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പൂഞ്ഞാറിലെ ക്രിസ്ത്യാനികളോട് പറയാം എനിക്ക് വോട്ട് ചെയ്യേണ്ട, ഞങ്ങളല്ലാതെ കഴിച്ചോളാം. കുറേ മുസ്ലിങ്ങളെ താൻ പേടിപ്പിച്ച് നിർത്തിയല്ലോ. അവർക്ക് പേടിയൊന്നുമില്ല. കുറേ മുസ്ലിങ്ങളെ താൻ പിണക്കിയല്ലോ. അതുപോലെ ക്രിസ്ത്യാനിയുടെ പിണക്ക് തനിക്ക് മറുപടി വേണ്ട വിചാരിച്ചിരിക്കും. എടുക്കുമ്പോൾ എല്ലാം വാട്സാപ്പിലും ഫേസ്ബുക്കിലും തൻ്റെ ഈ ഒരു ആവശ്യമില്ലാത്ത വർത്താനം കേൾക്കണം. പിന്നെ തൻ്റെ അത്രയും തറതാർന്ന വർത്താനം എനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം താൻ പഠിച്ച വിദ്യാലയത്തിലോ തന്നെ ജനിപ്പിച്ച ആ ഒരു പാരമ്പര്യത്തിലോ ഞങ്ങളെ ജനിപ്പിച്ചേക്കുന്നത് അങ്ങനല്ല. അതുകൊണ്ട് അത്ര തറതാർന്ന് ഞങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തെ ഒരു കാര്യം ചെയ്യും. തൻ്റെ സുഹൃത്തൊന്നുമല്ലേ, താൻ വേണേൽ ആ വാക്ക് കയറി പിടിക്കും. നിൻ്റെ സുഹൃത്തായ എന്നടാതിരിക്കും. എപ്പോഴെങ്കിലും ഈ വാക്ക് തന്നെ കിട്ടണം. ഇത്രത്തോളം ആണത്തം കെട്ട പാപ്പരത്തുള്ള എവിടെങ്കിലും അത് പുതിയൊരു പാർട്ടി രൂപീകരിക്കട്ടെ, ഇന്ത്യ ഭരിക്കട്ടെ, അവിടെ അയാൾ പുളകം കയറുന്ന പോലെ നുളഞ്ഞു കയറും. യാതൊരു അംശമില്ല. ഒരുപക്ഷെ മോദിജിയുടെ അധികാരം മാറി മറ്റൊരു പാർട്ടിയുടെ അവിടോട്ട് താൻ വരാല് ഒഴുകുന്നത് പോലെ വലിഞ്ഞു കയറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നിട്ട് ഞാൻ ബൈബിളിൽ നിന്ന് വായിച്ചൊരു വാക്ക് അവസാനം പറഞ്ഞേക്കാം. അതാദ്യം പറഞ്ഞ വാക്ക്, എന്നെ ഒറ്റ കൊടുക്കുന്നവൻ്റെ കൈ ഈ മേശമേൽ തന്നെയുണ്ട്. താൻ സ്വീകരിക്കുന്ന കുർബാന, താൻ അപ്പം സ്വീകരിക്കുന്ന ആ മേശയിൽ തൻ്റെ കൈവച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അടുത്ത വാക്ക് വയ്ക്കൂ, എന്നെ ഒറ്റ കൊടുക്കുന്ന അവന് ദുരിതം. ലൂക്കാസ് സുവിശേഷം എടുത്തൊന്ന് വായിച്ചു കേട്ടോ. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ അന്ത്യത്താഴം എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് 91 സങ്കീർത്തനം പേടി കിട്ടാതിരിക്കുമെന്ന് വായിച്ചു. 51 സങ്കീർത്തനം തൻ്റെ പാപത്തിനു വേണ്ടി ഒന്ന് വായിച്ചു. ഇത്രയും വായിച്ചിട്ട് ഉറങ്ങുന്നത് തനിക്ക് നല്ലതാണ്. കാരണം എന്നറിയാമോ, തനിക്ക് മാത്രമല്ല വാക്ക് തന്നേക്കുന്നത്. ജെറമ്യയുടെ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. തച്ചുടയ്ക്കാനും തകിടം വരയ്ക്കാനും പിഴുതെറിയാനും പുതുക്കിപ്പണിയാനും ക്രൈസ്തവ സഭയ്ക്കകത്ത് തൻ്റെ നെഞ്ചത്തും ഉള്ള മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. നിനക്ക് മാത്രമല്ല ആണത്തുള്ളത്, നിനക്ക് മാത്രമല്ല നാവിൻ്റെ ചാതിരുള്ളത്. അനർഗളെ നിർഗളിക്കുന്ന വാക്കുകൊണ്ട് നിന്റെ നെറ്റിത്തടത്തിൽ തിലകം ചാർത്തി സംസാരിക്കാൻ അറിയാവുന്ന കുഞ്ഞുങ്ങൾ ഈ തലമുറ വളർന്നു വരുന്നുണ്ട്. പണ്ടായിരുന്നല്ലോ തൻ്റെ കേട സ്വഭാവം ഓച്ചാനിച്ചിരിക്കുന്നതൊക്കെ ഒരു ഭയവും ഇല്ല. എൻ്റെ പേര് ജോൺസൺ കരുവറുന്നതാണ്. ചെയ്യാൻ എന്തെങ്കിലും ചെയ്യും.